നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE-യിൽ ഒരാൾക്ക് കൂടി കൊറോണ വൈറസ് രോഗം സ്ഥിരീകരിച്ചു. ചൈനയിലെ വുഹാനിൽ നിന്നെത്തിയ യാത്രക്കാരനിലാണ് വിമാനത്താവളത്തിലെ പരിശോധനയിൽ രോഗബാധ കണ്ടെത്തിയത്. മതിയായ ചികിത്സ നൽകുന്നുണ്ടെന്നും ആരോഗ്യനില തൃപ്തികരമാണെന്നും അധികൃതർ അറിയിച്ചു. ഇതോടെ UAE-യിൽ കൊറോണ ബാധ കണ്ടെത്തിയവരുടെ എണ്ണം 5ആയി. ശക്തവും ഫലപ്രദവുമായ നിരീക്ഷണ ചികിത്സാ സംവിധാനങ്ങൾ ആരോഗ്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ടെന്നും പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. ചികിത്സയിൽ കഴിയുന്ന 4-അംഗ ചൈനീസ് കുടുംബത്തിന് 2 ആഴ്ചയ്ക്കകം ആശുപത്രി വിടാനാകുമെന്നും ആരോഗ്യ മന്ത്രാലയം ഇന്നലെ അറിയിച്ചിരുന്നു. എമിറേറ്റിലെ സ്കൂളുകളിൽ കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും പകർച്ചവ്യാധി രോഗലക്ഷണങ്ങളുള്ള കുട്ടികളെ സ്കൂളിലേക്ക് അയക്കരുതെന്നും വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിരുന്നു. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന കുട്ടികൾക്ക് വൈദ്യസഹായം ഉറപ്പുവരുത്തണമെന്നും ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച വിവിധ സ്കൂളുകൾ വഴി രക്ഷിതാക്കൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വീടുകളിലും സ്കൂളുകളിലും ശുചിത്വം ഉറപ്പുവരുത്തണമെന്നും ആവശ്യപ്പെടുകയുണ്ടായി. അതേസമയം കൊറോണ വൈറസ് ലക്ഷണങ്ങളുമായി UAE-യിലെത്തിയ ചൈനീസ് കുടുംബത്തിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. എന്നാൽ കൊറോണ വൈറസ് പടർന്നു പിടിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ചൈനീസ് പൗരന്മാർക്ക് ഈ വിസ നൽകുന്നത് കേന്ദ്ര സർക്കാർ നിർത്തിവെച്ചു. ചൈനയിൽ താമസമാക്കിയ വിദേശികൾക്കും ഈ വിസ നൽകില്ല. വൈറസ് ബാധ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കാത്തതിനെ തുടർന്നാണ് ഈ തീരുമാനം. അതിനിടെ കേരളത്തിൽ വീണ്ടും കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ചൈനയിൽ നിന്നുമെത്തിയ യുവാവിനാണ് കൊറോണ ബാധ. നിലവിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഐസൊലേഷൻ വാർഡിലാണ് ഈ രോഗിയെ പാർപ്പിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും കൃത്യമായ പരിശോധനാ ഫലം ഉടൻ വരുമെന്നും ആരോഗ്യമന്ത്രി KK ശൈലജ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു. വൈറസ് ബാധയെ ചെറുക്കാൻ ജാഗ്രത പാലിക്കണമെന്നും നിരീക്ഷണത്തിലുള്ളവർ 28 ദിവസം മറ്റുള്ളവരുമായി അടുത്തിടപഴകരുതെന്നും മന്ത്രി നിർദ്ദേശം നൽകി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.